നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ എഴുക. പക്ഷെ ചെയ്യുന്നത് എന്തു തന്നെയായാലും നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഈ മഹത്തായ വാചകം പറഞ്ഞു തുടങ്ങാൻ ഒരു കാരണമുണ്ട്. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയ ഒരു അതിഥിയാണ് അതിന് കാരണം. തൻ്റെ ജീവിതത്തിലെ വൈകല്യങ്ങളെ ഓരോന്നും അതിജീവിച്ച് പ്രതീക്ഷയുടെ വാനിലേറി പറന്നുയർന്ന ഒരു ചെറുപ്പക്കാരൻ. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ ഒരുങ്ങുന്ന സ്വാലിഹ് എന്ന അസാധാരണ വ്യക്തിത്വം. അപ്രാപ്യമെന്ന് നാം കരുതുന്ന ഓരോ കാര്യങ്ങളും ഇച്ഛാശക്തിയുണ്ടെങ്കിൽ കയ്യെത്തിപ്പിടിക്കാമെന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലൂടെയും സ്വാലിഹ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് സ്വാലിഹിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട ഉംറ നിർവഹിക്കുക എന്നുള്ളത്. ഇപ്പം അതിനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് തോന്നുന്നത്? ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ തന്നെ പല തവണ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫസ്റ്റ് ഒരുപാട് തവണ നമ്മൾ ആഗ്രഹിച്ചു ഉംറയ്ക്ക് പോകാൻ. പല തവണ നിരന്തരം ശ്രമിച്ചു. ഇതിന് മുമ്പ് ഒരാൾ വഴി ഞാൻ കുറേ സ്പോൺസർ കിട്ടി. പക്ഷെ അത് പല തടസ്സങ്ങൾ കാരണം, ഈ 2 ടിക്കറ്റ് എടുക്കുന്ന കാരണം കൊണ്ട്, ആ പ്രശ്നം കാരണം അത് മുടങ്ങി. അങ്ങനെ എക്സ്ട്രാ 2 ടിക്കറ്റ് എടുക്കണ പറഞ്ഞ കാരണം അത് മുടങ്ങി. ഇതും അൽഹംദുലില്ലാ യാദൃശ്ചികമായിട്ട് ഇവിടെ കോട്ടക്കുന്ന് ഞാൻ ഈ പറഞ്ഞ മൂസാക്കാനെ പരിചയപ്പെട്ടു. മൂസാക്ക ഉംറയ്ക്ക് ടിക്കറ്റ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഇങ്ങനെ 2 ടിക്കറ്റിൻ്റെ ഇതുണ്ട്, അത് കിട്ടുമോ നോക്കിയത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ നമുക്ക് ശരിയൊക്കെ പറഞ്ഞു. അങ്ങനെ 1 വർഷത്തോളം ശ്രമിച്ചിട്ടും ഈ അടുത്ത് വിസ അടിച്ച് കിട്ടിയിട്ടും പിന്നെ ശരിയാവാതെ, ഈ വിമാനത്തിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യം ശരിയാവാതെയൊക്കെ ഞാനും ലാസ്റ്റ് കരച്ചിൽ നടക്കൂല എന്നുള്ള രൂപത്തിൽ. കാരണം മറ്റുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ഞാൻ ഇതുവരെ അനങ്ങാൻ കഴിയാത്ത ഒരാൾ ഒറ്റയ്ക്ക് കുളിക്കും, ഒറ്റയ്ക്ക് പല്ലേക്കും, ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് മാത്രം എന്താ പഠിച്ചാൽ എനിക്ക് കഴിയാത്തതിനുള്ള വിഷമം കരയണ വരെ രൂപത്തിലെത്തിയിട്ട് ഞാൻ. പക്ഷേ അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറയും, എനിക്ക് അതിന് ഭാഗ്യമില്ലാത്തതുകൊണ്ട് എന്തായാലും അയ്യോ എൻ്റെ അമ്മയും പോയിക്കോ, എൻ്റെ കുട്ടിക്ക് അവിടെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പെട്ടെന്നാണ് അൽഹംദുലില്ലാ എനിക്ക് ഒരു ഉച്ച ടൈമിൽ ട്രാവൽസ് വിളിച്ച് പറഞ്ഞ് അങ്ങനെ എയർ ഇന്ത്യയിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എക്സ്ട്രാ സീറ്റ് എടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ ടിക്കറ്റ് എടുക്കും പറഞ്ഞു. ജനുവരിയിലാവും ടിക്കറ്റ് എടുക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ഒരു ടിക്കറ്റ് എടുത്ത് ഇന്നലെ ഉച്ചക്കാണ് ടിക്കറ്റ് എടുത്ത്, ഡിസംബർ 31. അപ്പം തന്നെ ഞാൻ മണ്ണാർക്കാടുള്ളൊരു ട്രാവൽസ് എന്നാണ്, ഞാൻ അപ്പം തന്നെ പോയി അവിടെ പോയി ടിക്കറ്റ് കൈപ്പറ്റി. അൽഹംദുലില്ലാ ഇനി ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്തി ഉംറ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവട്ടെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്, ഇങ്ങനെ ആഗ്രഹം സാധിച്ച് കിട്ടിയില്ലേ. അതെ 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 ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടുള്ള ആളാണ് താങ്കൾ. അതെ. അപ്പം ഇത്തരം പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഊർജം എന്തായിരിക്കും? അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, എനിക്ക് 2 വയസ്സുള്ളതാണ് എൻ്റെ അസുഖം തുടങ്ങിയത്. കാലിൻ്റെ കൈയിൻ്റെ എല്ല് പൊട്ടി, അന്നേ മരണത്തിന് തുല്യമുള്ള വേദന സഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞിട്ടും നമ്മൾ ഈ വേദന സഹിച്ച് നമുക്ക് വേദനയോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. പിന്നെ കുറേ കഴിഞ്ഞൊക്കെ എൻ്റെ ഉമ്മ, എനിക്ക് ഒരു 16-17 വയസ്സുള്ളന്ന് എൻ്റെ ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചൊക്കെ പിന്നെ നമുക്ക് ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഉമ്മയാണ്. ഉമ്മ പോയൊക്കെ പിന്നെ ഞാൻ ജീവിതം നമുക്കിപ്പോൾ അങ്ങനെ ഒരു മരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ജീവിക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. എല്ലാ കാര്യങ്ങളും ഓരോന്ന് സ്വയമായിട്ട് ചെയ്ത് പഠിച്ചു. ഭക്ഷണങ്ങൾ വൈക്കളും കാര്യങ്ങളും ഒക്കെ പോയി. അങ്ങനെ ലാസ്റ്റ് വാഹനത്തിൽ യാത്ര ചെയ്യാനോ ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷയിൽ കിടന്ന് പോവാനോ എല്ലായിടത്തും പഠിച്ചു. അങ്ങനെ ഇവിടെ തന്നെ പല തവണ ഭിന്നശേഷി പരിപാടിക്കൊക്കെ ഞാൻ ഓട്ടോറിക്ഷയിൽ കടന്ന് വന്നിട്ടുണ്ട് മതിയിൽ. അങ്ങനെയൊക്കെ പഠിച്ചു. ഇന്ന് അൽഹംദുലില്ലാ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി, ഒരു കുട്ടിയായി, ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് 90% വൈകല്യമുള്ള ഒരാൾ ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാവിധ കടമകളും കടന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഉംറയ്ക്ക് പോകാനും ഞാൻ ശ്രമിച്ചത്.
ഇപ്പോൾ ഉംറക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ആദ്യം തന്നെ വന്ന് പറയാൻ തോന്നിയത് ബഹുമാനപ്പെട്ട നമ്മുടെ മദീൻ അക്കാദമി ചെയർമാൻ സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദിൻ്റെ അടുത്താണ്. അതുപോലെ തന്നെ മദീൻ സ്ഥാപനങ്ങളിൽ മദീൻ്റെ ഭിന്നശേഷി സ്ഥാപനങ്ങളായിട്ടുള്ള ഏബിൾ വേൾഡിനെ പോലെയുള്ള ഒരുപാട് പരിപാടികളിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ട്. ഏബിൾ വേൾഡിലെ ഒരുപാട് പരിപാടികളിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ട്. ഇത്തരം ഓരോ പരിപാടികളിൽ വരുമ്പോൾ എന്താണ് ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഉമ്മ മരിച്ചിട്ട് നിങ്ങളെ ആ ടെൻഷനിൽ ഇരിക്കുന്ന ടൈമിൽ, വിഷമത്തിലിരിക്കുന്ന ടൈമിലാണ് ഖലീൽ തങ്ങളാണ് ആദ്യമായിട്ട് എന്നെ വന്ന് സങ്കടത്തിൽ നിന്ന് എന്നെ സമാധാനിപ്പിച്ചത്. ഞാൻ ഉമ്മാക്കോടെ സ്വർഗ്ഗമാണ്, നല്ലൊരു ദിവസമാണ് ഉമ്മ മരിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഒരിക്കലും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമാധാനിപ്പിച്ചു. പിന്നെ ഇങ്ങനെ മദീനയിൽ വന്ന് ഖലീൽ തങ്ങൾ ഉസ്താനായിട്ടല്ല തങ്ങൾ പാപ്പാനായിട്ടല്ല പരിചയമായി. ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് വിരുന്നർത്തിട്ടുണ്ട്. ഇവിടുത്തെ എബിലിറ്റി ശേഷിക്കാർ പരിചരിക്കുന്ന ആ ഒരു അംഗീകാരം ഞാൻ പറ്റുള്ളൂ, കാരണം അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ ഒരാൾ ഇല്ലാതെ ഞാൻ ഒരു വിരുന്നറക്കലില്ല. എൻ്റെ കൂടെ ഒന്നിക്കലും എൻ്റെ സുഹൃത്താരെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ അവിടെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിൽക്കലില്ല. പക്ഷെ ഇവരെ കൂടെ അന്ന് ഞാൻ നിന്ന് ഇവിടെ നിന്ന് നേരം വിളിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. അതുപോലെ തന്നെ ഇവരെല്ലാം പരിചരിക്കാൻ വലിയ നല്ല ഉഷാറാന്ന് തോന്നി. പിന്നെ എനിക്ക് കുട്ടിയായി എൻ്റെ കല്യാണം ശരിയായിക്കാൻ ഞാൻ തങ്ങളോട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് നടക്കോ ഒക്കെ റാത്താവെന്ന് പറഞ്ഞു. എൻ്റെ കുട്ടിയായിക്ക മോൾക്ക് പേരിട്ടത് ഖലീൽ തങ്ങളാണ്, ഫാത്തിമ സൊഫിയ ആണ് പേര്. ഖലീൽ തങ്ങളായിട്ട് 9 വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. അങ്ങനെ ഇത് ഇപ്പം ഇത്രയും ബുദ്ധിമുട്ടുകളുള്ള അല്ലെങ്കിൽ 90% ഡിസേബിലിറ്റി ഉള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സമൂഹത്തിന് മാതൃകയാവുന്നുണ്ട്. എന്നാൽ ചെറിയൊരു ബുദ്ധിമുട്ട് വെച്ചുകൊണ്ട് നമ്മളുടെ നാട്ടിൽ പല ആളുകളും വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയുണ്ട്. ചെറിയൊരു ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ വീടുകൾക്കുള്ളിൽ അടക്കപ്പെട്ട ഭിന്നശേഷിക്കാരായിട്ടുള്ള വൈകല്യമുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്തായിരിക്കും? ഈ അടുത്ത് എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയിരുന്നു, അന്ന് ഞാൻ അനങ്ങാൻ പറ്റാത്ത രൂപത്തിൽ കിടന്നിരുന്നു. അപ്പം ഞാൻ ചെറിയ ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലും ചെറിയൊരു വ്ളോഗറാണ്. ഇൻസ്റ്റഗ്രാമിൽ 1,29,000 ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബിൽ 1,05,000 സബ്സ്ക്രൈബ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ വയ്യാതെ കിടന്നൊക്കെ ഞാനൊരു മെസ്സേജ് കൊടുത്ത് എൻ്റെ കാലിൻ്റെ എല്ല് വീണ്ടും പൊട്ടി, ഞാൻ അപ്പോൾ ഞാൻ കിടപ്പിലാണ്. പക്ഷേ അൽഹംദുലില്ലാ ഞാൻ ഇതിന്നും കഴിച്ചിലാവുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം. ഈ വേദനയിലും ഞാൻ ഓർക്കുന്നത് ഇന്നക്കായി കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഇന്നക്കായി വേദന സഹിക്കുന്ന ആളുകൾ ഇന്നും ഭൂമിയിലുണ്ട്. അവരെ ആലോചിക്കുമ്പോൾ എനിക്കൊന്നുമില്ലാന്ന്. അതുപോലെ തന്നെ എനിക്ക് ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ, ഇപ്പോൾ കുറേ ഇരുട്ടറയിൽ ഇരിക്കുന്ന ആളുകൾക്കും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് കുറേ വേദനകളും കുറേ വിഷമങ്ങളും ഉണ്ടെങ്കിലും നമ്മളെക്കായി പ്രയാസമുള്ളവർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കും പതിയെ പുറത്തിറങ്ങാനോ, നമ്മളൊരു കുറവ് ഉണ്ടെങ്കിൽ അതൊരു കുറവല്ല. അത് ഒരാൾ കൈ തന്നാൽ നമുക്ക് ഉതിർത്ത് എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ പറക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ദിവസം വരും അള്ളാഹു നമ്മൾ എല്ലാവരും ഒരു പോസിറ്റീവ് നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവിലൂടെ കൈ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. വൈകല്യ തളർത്തിയ ജീവിതത്തിൽ നിന്നും പ്രതീക്ഷയുടെ ജീവിതത്തിലേക്ക് പാറി പറന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും സ്വാലിഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഉംറ നിർവഹിക്കാൻ വേണ്ടി യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വാലിഹിനും കുടുംബത്തിനും മദീൻ അക്കാദമിയുടെ പേരിലും അപ്ഡേറ്റ്സിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്വാലിഹിനോടൊപ്പം ടീം മദീൻ അപ്ഡേറ്റ്സ്.